കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സൂസപ്പാക്കി പിതാവിൻ്റെയും തോമസ് നെറ്റോ പിതാവിൻ്റെയും കൂടി കാറിൽ ഒരു ദൂരയാത്ര പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു ട്രാഫിക്കിലെത്തി. പെട്ടെന്ന് ഒരു വയസ്സായ ഒരു ഭിക്ഷക്കാരന് വന്ന് ആ കാറിലിങ്ങനെ നോക്ക് ചെയ്യുകയാണ്, മുട്ടുകയാണ്. മുട്ടിയ സമയത്ത് പെട്ടെന്ന് തോമസ് നെറ്റോ പിതാവ് ഡ്രൈവറിനോട് എന്തോ പറഞ്ഞു. അദ്ദേഹം ഉടനെ കാറിൻ്റെ ഡാഷ്ബോർഡ് തുറന്നപ്പോൾ അതിൽ കുറേ കാശാണ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിൽ നിന്നൊരു നോട്ടെടുത്ത് ഗ്ലാസ് തുറന്ന് അദ്ദേഹത്തിന് കൊടുത്തു. വീണ്ടും ഞങ്ങൾ കുറേ ദൂരം യാത്ര ചെയ്തു. വീണ്ടും ഇതുപോലെ ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ വീണ്ടും ഒരു അമ്മയും കുഞ്ഞും ഭിക്ഷയാചിക്കുന്നവരാണ്. അവർ വന്ന് ആ ഗ്ലാസ്സിന് മുട്ടി. ഉടനെ ഗ്ലാസ് തുറന്നു, ഡാഷ്ബോർഡ് തുറന്നു, വീണ്ടും അതിൽ നിന്നൊരു നോട്ടെടുത്ത് അവർക്ക് കൊടുത്തു. ഇങ്ങനെ ഒരു 7 മണിക്കൂർ യാത്ര പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഈ ഡാഷ്ബോർഡിൽ നിറച്ചു വച്ചിരിക്കുന്ന കാശ് ഇങ്ങനെ കൊടുത്ത് വരുന്ന രീതിയിൽ ഒരു കാഴ്ച കണ്ടു. വളരെ കൗതുകവും അത്ഭുതവും തോന്നിയൊരു കാഴ്ചയാണ്. എനിക്ക് തോന്നുന്നു ഈ കരുണ എന്ന് പറയുന്നത് നമ്മൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലത്ത് നിന്ന് ഇത് നമ്മൾ മാറ്റി ചിന്തിക്കണം. കരുണ എന്ന് പറയുന്നത് നമ്മളുടെ പോക്കറ്റിൽ സൂക്ഷിക്കേണ്ട ഒന്നാണ്, റെഡിയാക്കി വെച്ചിരിക്കേണ്ട ഒന്നാണ്, റെഡിമെയ്ഡായിട്ട് കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ്. എപ്പോൾ ആവശ്യമുണ്ടോ അപ്പം തന്നെ തുറന്ന് അതെടുത്ത് കൊടുക്കേണ്ട ഒരു നിമിഷ നേരം കൊണ്ട് ക്വിക്കായിരിക്കേണ്ട ഒരു കാരണമാണ് കരുണ. എത്ര മനോഹരമായിട്ടാണ് ഓരോ മനുഷ്യരും കരുണ കാത്തു സൂക്ഷിച്ച് ഒരു യാത്ര പോലെ നടത്തുന്നത്. ഇന്ന് ഗോസ്പലിൽ യേശു പറയുന്ന വാക്കതാണ്, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. അതാണ് ഗോസ്പലിൻ്റെ തുടക്കം. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ കരുണ സൂക്ഷിച്ച് വെക്കണം. എപ്പോൾ ആവശ്യമെന്ന് പറയാൻ പറ്റില്ല. ബാങ്കിൽ സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിക്കണം. നിങ്ങൾ എപ്പോൾ ആവശ്യം വന്നാലും ഉടനെ കൊടുക്കണം. കാരണം നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനാണ്. തപസ്സുകാലം കരുണയുള്ളവർക്ക് വേണ്ടിയുള്ള ക്ഷണമാണ്. നമ്മൾ പാവപ്പെട്ടവരെ കാണുമ്പോൾ കണ്ണ് നിറയാനും കൈനീട്ടാനുള്ളൊരു അവസരമാണ്. ഒരിക്കലും നഷ്ടപ്പെടുത്താത്ത ഈ തപസ്സുകാലം കൂടുതൽ കരുണയുള്ളവരാകാൻ നമ്മളെ സഹായിക്കണം. ചില നഷ്ടങ്ങൾ ജീവിതത്തിൽ ആ കരുണയിലൂടെ സംഭവിക്കുന്നുണ്ടെങ്കിലും ആ നഷ്ടങ്ങൾ ഒരുപക്ഷെ സ്വർഗത്തിലെ നേട്ടങ്ങളാകാതിരിക്കില്ലല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.